ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന സഹോദരിക്ക് ദൈവനാമത്തിന്റെ സ്നേഹം അറിയിക്കുന്നു. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എല്ലാം സഹോദരി പാട്ടിലൂടെയാണ് ഉത്തരം പറയുന്നത്. നമസ്കാരം സഹോദരി. വന്ദനം ചൊല്ലുന്നു നിന്നടിയാ തിരുനാമത്തിലാദരവാ. സഹോദരിയുടെ പേരൊന്ന് പറയാമോ? നാദനു മുൾമുടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനാ? സഹോദരിയുടെ സ്വന്തം ദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല. പിന്നെ എവിടെയാണ് ശരിയായ ദേശം? അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ആ നാടിന്റെ പ്രത്യേകത എന്താണ്? പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. സഹോദരി ഏത് രാജ്യപ്പെട്ടതാണ്? പരദേശികളും ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ഈ രാജ്യത്തെ ഇവിടെ കേട്ടിട്ടില്ല. സഹോദരിക്ക് എത്ര വയസ്സായി? 7-10 ഏറെയായാൽ 80 മാത്രം. പാട്ടുപാടി ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ. എനിക്കായൊരു സമ്പത്ത് ഉയരെ സ്വപ്നനാടതിൽ ഒരുക്കുന്നുണ്ട് യേശുനാഥൻ. അപ്പോ ഇവിടെ ഒന്നുമില്ലല്ലോ. സഹോദരി യാത്രാമധ്യയാണ് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് ഈ യാത്ര? ആരും കൂടെ ഉള്ളത്? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആ യേശുവിനെ കുറിച്ച് വിശദീകരിച്ച് പറയാമോ? സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി അല്പം കുടുംബ വിശേഷത്തിലേക്ക് കടക്കാം. സഹോദരിയുടെ ഭർത്താവിനെ പറ്റി ഒന്ന് വർണ്ണിക്കാമോ? എൻ പ്രിയനിപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. അപ്പോ ഇത്രയും നല്ല സുന്ദരനാണെങ്കിൽ ഭർത്താവ് സഹോദരി നന്നായി നോക്കുമായിരിക്കുമല്ലോ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാ. ഇത്രയും നല്ല ഭർത്താവിനെ കിട്ടിയപ്പോൾ സഹോദരിയുടെ അമ്മായിയുടെ സ്നേഹനിധി ആയിരിക്കുമല്ലോ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. സഹോദരി എല്ലാം സഹിക്കും കഴിക്കല്ലേ? നല്ല പോരാട്ടം പോരാടി ഓട്ടമോ
മാനേജ്മെന്റ് മാറാകട്ടെ.